ലൈഫ് സ്റ്റൈൽ കാരണം ഒരു സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻ്റ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി ഞാൻ പറയാം. 45 വയസ്സുള്ള ഒരാളായിരുന്നു അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ CEO ആണ്. അദ്ദേഹത്തിന് സ്ട്രോക്ക് വരാനുള്ളൊരു കാരണം തന്നെ ഒന്നാമത് അറിയാലോ, ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് ആ ജോലിയുടെ സ്ട്രെസ് ഒന്ന്, ഭക്ഷണ രീതികൾ, അദ്ദേഹം നമ്മൾ ഹിസ്റ്ററി അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അധികവും ഈ പറഞ്ഞ രീതിയിൽ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളായിരിക്കും, പ്രോപ്പറായ സ്ലീപ്പ് കാര്യങ്ങൾ ഉണ്ടാവില്ല, നൈറ്റ് സമയങ്ങളിൽ യാത്രകളിലായിരിക്കും, ഫ്ലൈറ്റിലായിരിക്കും. ഇങ്ങനെ ഇംപ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫിൻ്റെ റുട്ടീൻ കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ രീതിയിൽ കോമോർബിറ്റീസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡിമിയ കാര്യങ്ങളൊക്കെ വന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് സ്ട്രോക്ക് അടിക്കുന്ന, പ്രത്യേകിച്ച് ഫേഷ്യൽ ഡീവിയേഷൻ കാര്യങ്ങൾ, അപ്പർ ലിംബ് ലോവർ ലിംബ് വീക്ക്നെസ് കാര്യങ്ങളൊക്കെ കണ്ടു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബാക്കി ഈ പറഞ്ഞ രീതിയിൽ ഡയഗ്നോസിസ് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ MRI കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായത് അവർക്ക് റൈറ്റ് GC ബ്ലീഡ് ആണെന്ന് കണ്ടു, ഹെമറേജിക്ക്. 1 മാസത്തിൻ്റെ മുകളിൽ ബോംബെയിലുള്ള ഒരു വലിയ റിഹാബ് ഹോസ്പിറ്റലിൽ തന്നെ 1 മാസത്തോളം അവർ റിഹാബ് ചെയ്തു. ബോംബെയിലാണ് അവർ താമസം. വലിയ ചേഞ്ചസ് കാര്യങ്ങളൊന്നും കണ്ടില്ല. അതിനുശേഷമാണ് നമ്മളോട് കോൺടാക്ട് ചെയ്യുന്നത്. അനീഷ് ഡോക്ടർ അടങ്ങുന്ന PMR ടീം ഓൺലൈൻ കൺസൾട്ട് ചെയ്ത് അവരോട് എന്തായാലും വരാൻ നിർദ്ദേശിച്ചു. നമ്മളുടെ ടീം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ആവശ്യമാണ്. ഏകദേശം 1.5 മാസത്തോളം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് പോലും പവറിൽ ഒരു % പോലും റിക്കവറി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ രീതിയിൽ ഒരു 2 വീക്സ് കൊണ്ടൊക്കെ പുള്ളി ഏകദേശം ട്രാക്കിലായി. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4.5 മാസത്തോളം നമ്മുടെ മെഡിക്കൽ ടീമിൻ്റെ എഫേർട്ടും ബാക്കി മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഒരു മിനിമൽ സപ്പോർട്ടിൽ, അതായത് ഒരു സ്റ്റിക്കിൽ പുള്ളി നടക്കാൻ പാകത്തിനായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 45 ഡേയ്സ് 50 ഡേയ്സ് ഒക്കെ ആയപ്പോഴേക്കും പുള്ളി ഏകദേശം പഴയ ജോലിയിലേക്ക് തിരിച്ച് വരാമെന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് കാര്യങ്ങളായി. ഈ പറഞ്ഞ രീതിയിൽ ജീവിതം അവിടെ നിലച്ചു എന്ന് വിചാരിച്ച് ജീവിതം നിന്നുപോയി എന്ന് ചിന്തിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ജീവിതം അവിടെ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരാളെ നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്.